ഇന്ന് രാവിലെ ജി എ ആയിട്ട് കുറേ വർഷങ്ങൾ കൂടിയാണ് ജി എ ആയിട്ട് ഇന്നൊരു 10K റൺ പോയി. 10K എന്നുള്ളത് ഞങ്ങളൊരു ഓൾമോസ്റ്റ് 13K മുകളിൽ ചെയ്യുകയും ചെയ്തു. അപ്പം ഞാനെപ്പോഴും ഓടാൻ പോകുമ്പോഴാണെങ്കിലും എല്ലാവരോടും പറയുന്നൊരു കാര്യം, രാവിലെ ഓടുമ്പോൾ നിങ്ങൾ ആ കൂട്ടത്തിൽ പ്രാർത്ഥനയും കൂടെ കമ്പൈൻ ചെയ്യുക. നിങ്ങൾ ബൈബിൾ വായിക്കുകയും നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നതും നിങ്ങളോട് ദൈവം സംസാരിച്ചതൊക്കെ ഓർക്കാനും അതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യാനും ആ ടൈം ഉപയോഗിക്കുക. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നലെ ഒരു ബൈബിൾ സ്റ്റഡിയും ഡിസ്കഷനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വിതയ്ക്കുന്നവൻ്റെ ഉപമ പറയുമ്പോൾ, അതായത് ഏറ്റവും ബേസിക്കായിട്ടുള്ള ഉപമയാണ്. അപ്പോൾ അതിൽ പറയുമ്പോഴത്തേക്ക് സൈറ്റൻ അവിടെ എങ്ങനെയൊക്കെ വചനം ഹൃദയത്തിൽ പോകാതിരിക്കാനായിട്ട് സൈറ്റൻ എന്തെല്ലാം ട്രൈ ചെയ്യാവോ അതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം അഗെയിൻ അത് ഹൃദയത്തിൽ പോകുന്നതിനായി തടസ്സം. അപ്പോൾ ഈ ഹൃദയത്തിൽ പോകുന്നതും നമ്മൾ വിചാരിക്കും വായിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹൃദയത്തിൽ പോകുന്നു എന്നുള്ളത് അല്ല. അത് പലപ്പോഴും നമ്മുടെ തലയ്ക്കകത്തോട്ടാണ് പോകുന്നത്. നമ്മുടെ മെമ്മറിയിലും നമുക്കത് കോട്ട് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ സ്ക്രിപ്റ്റേഴ്സ് എല്ലാം വചനമൊക്കെ നല്ലതായിട്ട് കോട്ട് ചെയ്യുന്നവരും അവരുടെ ഹൃദയത്തിൽ അങ്ങനൊരു വിശ്വാസവും കാര്യങ്ങളും ദൈവമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളും കാണത്തില്ല. അപ്പോൾ ഇവിടെ ഹൃദയത്തിൽ അത് വേര് ഊനാതിരിക്കാനും ഫലം ഉണ്ടാകാതിരിക്കാനായിട്ട് എന്തെല്ലാം തടസ്സങ്ങൾ കൊണ്ടുവരാമോ അത് നമ്മൾ അലക്ഷ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ അന്നേരം തന്നെ സൈറ്റൻ കൊത്തിക്കൊണ്ട് പോകുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അഗെയിൻ വചനം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ കൽപ്പനകളാണ്. അപ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലോട്ട് പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്വഭാവം തന്നെ മാറുക, നമ്മുടെ ശീലങ്ങൾ മാറുക. നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ, അത് നമ്മുടെ സ്വഭാവം തന്നെ മാറ്റുന്ന കാര്യങ്ങൾ. അപ്പം എന്തിനാ സൈറ്റന് അത് സ്റ്റീൽ ചെയ്യേണ്ട കാര്യം തന്നെ? ഇനി അത് അതിനനുസരിച്ചുള്ള ശീലങ്ങൾ ഉണ്ടായില്ലെങ്കിൽ എന്തോ സംഭവിക്കുന്നത്? അപ്പം സൈറ്റൻ്റെ കൺട്രോളിൽ വരുമ്പോഴത്തേക്ക് അവിടെ ദുശീലങ്ങൾ, നമ്മളെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും അത് വളരെ ടെംപ്റ്റിംഗ് ആയിരിക്കും, പ്ലഷറബിളും ഒക്കെ ആയിരിക്കും ആ ടൈമിൽ. പക്ഷെ അത് ഇൻ ദ ലോങ് ടേം അത് നമ്മളെ നശിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പം ആ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെയുള്ള വിടുതലും കാര്യങ്ങളും ഉണ്ടാകാനായിട്ട് എങ്ങനെയൊക്കെ തടസ്സപ്പെടുത്താവോ അത് സൈറ്റൻ ചെയ്തിരിക്കും. അപ്പം എഗെയിൻ വചനപ്രകാരം നമ്മുടെ ഹൃദയം നമ്മൾ ചിന്തിക്കുകയും സംസാരിക്കുകയും നമ്മുടെ പ്രവൃത്തിയെല്ലാം അതിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ശീലങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അവിടെ എഗെയിൻ വചനമാണ് വിത്തെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ റിസൾട്ട്സാണ്. അവിടെ ഡിവൈൻ ഹീലിംഗ് ആണെങ്കിലും ബ്ലെസ്സഡ്നെസ് ആണെങ്കിലും അത് ഇറ്റേണൽ ലൈഫ്, നിത്യജീവനിലേക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ വചനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇതാ കർത്താവ് പറഞ്ഞ്, മനുഷ്യൻ ഈ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്ന, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന എല്ലാ വചനവും, എവ്രി വേർഡ് ദാറ്റ് പ്രൊസീഡ്സ് ഫ്രം ദ മൗത്ത് ഓഫ് ഗോഡ്, അതുകൊണ്ടാണ് മനുഷ്യൻ സമൃദ്ധമായിട്ട് ജീവിക്കുന്നത് കർത്താവ് പറഞ്ഞത്. ഓക്കെ, അപ്പം അന്നുള്ള കാര്യങ്ങൾ ഇന്നലെ വേറൊരു കാര്യം ഞങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, പലപ്പോഴും അതാത് ദിവസം ചെയ്യുന്ന കാര്യങ്ങൾക്ക് അന്നേരം നമുക്ക് ബെനിഫിറ്റ് ഒന്നുമില്ലെങ്കിൽ നമ്മളത് നെഗ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് അതിൻ്റെ കോൺസിക്വൻസ് ഉണ്ടാകും. ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നത് പറഞ്ഞാൽ, ഇപ്പം ദിവസവും എക്സസൈസ് ചെയ്യാത്ത ആൾക്കാരെന്ന് പറയുന്നത് അന്നേരം അവർക്ക് വലിയ ബെനിഫിറ്റും കാര്യങ്ങളും ഒന്നും തോന്നുന്നില്ല, വലിയ ലോസും തോന്നുന്നില്ല. പക്ഷേ ഇതെല്ലാം തന്നെ പിന്നീട് അതിൻ്റെ ലോസസ് ഉണ്ടാകുന്നുണ്ട്. അതേപോലെ അത് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഗെയിൻസ് ആണെങ്കിലും പിന്നീടാണ് ഉണ്ടാകുന്നത്. അപ്പം ജസ്റ്റ് ഒരു എൻകറേജ്മെൻറ്റ്. ഓക്കെ, ഒത്തിരി ബ്ലെസ്ഡ് ആയിട്ടിരിക്കുക. താങ്ക് യു.